ഒരു ഡെലിവറി ബോയ് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് പിക്കപ്പ് ചെയ്ത് അത് കസ്റ്റമറിന് കൊടുക്കാനകത്ത് കിട്ടുന്നത് ഒന്ന് ഏണിങ്സ്, പിന്നെ ഇൻസെൻറ്റീവും കിട്ടും, പിന്നെ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ടിപ്പ് കൊടുക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടിപ്പല്ല കൊടുക്കുന്നത് കസ്റ്റമർ, ഇടിയാണ് കൊടുക്കുന്നത്. ഇടി എന്ന് പറഞ്ഞാൽ സാധാ ഇടിയല്ല, അയൺ ബോക്സ് എടുത്ത് തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന ഇതിൽ ഇടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ഇത് നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് June 9th, സമയം വന്നിട്ട് 10:45 തോന്നുന്നത്. 10:45 ഓർഡർ കെട്ടി 11:30 ഓർഡർ കൊടുക്കാൻ പോയപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് എന്താണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ ആളുടെ പേര് ജിതിനാണ്. പുള്ളി ഓർഡർ എടുക്കാൻ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ അമ്പലമുക്ക് സായ റെസ്റ്റോറൻറ്റിലാണ്. കറക്റ്റ് ഒരു 10:45 ഓർഡർ അടിച്ചായിരുന്നു. രാവിലെയാണെന്ന് തോന്നുന്നത്, രാവിലെ ആയിരിക്കും മിക്കവാറും. 10:45 ഓർഡർ അടിച്ച് പുള്ളി എടുക്കാൻ പോയപ്പോൾ അവിടെ ഫുഡ് ഡിലേ ആയി. സാറിന് ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ഡിലേ ആവാൻ മെയിൻ കാരണം ഗ്യാസിൻ്റെ വില കൂടിയതും പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത് മറ്റേ ഇതാണ്, എന്താ പറയുക, വിറകടുപ്പാണ്. അപ്പോൾ അത് കാരണം തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഒരുപാട് ലേറ്റ് ആവുകയാണ്. സാധാരണ 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റ് ആയ സ്ഥാനത്തേക്ക് ഇപ്പോൾ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. ഇതൊന്നും കസ്റ്റമർ അറിയാമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ എത്ര മണിക്ക് ഓർഡർ ചെയ്യുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും 10:30 മണിക്ക് ഓർഡർ ചെയ്താണ്. അപ്പോൾ ഈ ജിതിൻ എന്ന പുള്ളിക്ക് ഓർഡർ കിട്ടിയ സമയം എന്ന് പറഞ്ഞത് 10:45 മണിക്കാണ്. ഓർഡർ അടിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റി. പുള്ളിക്ക് 2 ഓർഡർ ഉണ്ട്, ഒരു ഓർഡർ മാത്രമല്ല. അപ്പോൾ കറക്റ്റ് ഒരു 11:15 മണിയായപ്പോൾ നേരെ ജിതിൻ വന്നിട്ട് കസ്റ്റമർ ലൊക്കേഷൻ എത്തിയായിരുന്നു. എത്തിയ സമയത്ത് കസ്റ്റമർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത് 10:45 മണിക്കാണ്, 10:30 മണിക്കാണ്. എനിക്ക് ആ സമയത്ത് ഫുഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫുഡിൻ്റെ പൈസ തരാൻ പറ്റൂല, അല്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വെയിറ്റ് ചെയ്യും, എത്ര മണിക്കൂർ ലേറ്റ് ആയോ അത്രയും മണിക്കൂർ വെയിറ്റ് ചെയ്തേ പറ്റൂ, എന്നാലേ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു കസ്റ്റമർ. അപ്പോൾ ജിതിൻ വന്നിട്ട് കാര്യം ക്ലിയറായി പറഞ്ഞു, സാർ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, ഇത് റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്ന് ലേറ്റ് ആക്കിയതാണ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ല. അപ്പോൾ ജിതിൻ പറഞ്ഞ് എനിക്ക് 2 ഫുഡുണ്ട്, ഇത് എടുത്ത് ഡെലിവറി ചെയ്താൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കസ്റ്റമർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ കൂടെ, അപ്പോൾ അവിടെയും കൊണ്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഈ ഒരു കാര്യം കസ്റ്റമർ കെയർ വിളിച്ചാൽ പറഞ്ഞാൽ പോരെന്നുള്ളത്. അങ്ങനെയല്ല, കസ്റ്റമർ കെയർ പഴയ പോലെ ഇല്ല. ഇപ്പോൾ AI കോളിംഗ് ആണ്. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചില കാര്യങ്ങളെ പറയുള്ളൂ, ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, ആ റിപ്ലൈ ഒന്നും കറക്റ്റ് കിട്ടൂല. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹ്യൂമൻ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല കസ്റ്റമർ കെയറിൽ. അപ്പോൾ നമ്മൾ മാക്സിമം കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് വൈരാഗ്യമാണ്, പൈസ തരാൻ പറ്റൂല, നീ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക അരമണിക്കൂറൊക്കെ. അരമണിക്കൂർ വെയിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഏണിങ്സ് കുറയും. നമുക്ക് 1 മണിക്കൂറിൽ 4 ഓർഡർ എടുത്താലേ നമുക്ക് വല്ലതും കൈ കിട്ടുള്ളൂ. അതായത് ഒരു ഓർഡർ പിക്കപ്പ് ചെയ്ത് ഡെലിവറി ചെയ്യാനുള്ള ഒരു കാര്യത്തിൽ കസ്റ്റമർക്കാൾ ഏറ്റവും സ്പീഡ് നമുക്കാണ്. മനസ്സിലായോ? അവർ വിചാരിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ലേറ്റ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ലേറ്റ് ആക്കി റെസ്റ്റോറൻറ്റ് സൈഡാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സൈഡ് നിങ്ങൾ വേണം വിളിച്ച് ചോദിക്കേണ്ടത്. അല്ലാതെ വന്ന ഡെലിവറി ബോയ് എടുത്ത് ഈ വക പെരുമാറ്റം ശരിയല്ല. സംസാരം മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത്, അടിപിടിയാണ് നടക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ ഓർഡർ ചെയ്യണത്. കഞ്ചാവും വെള്ളവും അടിച്ച് വെച്ചിട്ട് എവിടെ നിന്നെങ്കിലൊക്കെ റെസ്റ്റോറൻറ്റ് മാറ്റി ഓർഡർ ചെയ്തിട്ട്, ചിലപ്പോൾ ഫുഡ് മാറ്റി ഓർഡർ ചെയ്തിട്ട് നമ്മൾ ചാടിയിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അത് ഞാൻ പഴയ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, അവനെ ലിങ്ക് അയച്ചതൊക്കെ അത് കണ്ടുപോക്ക്. അപ്പോൾ ഈ കാര്യത്തിൽ വരാം എന്തായാലും. അപ്പോൾ ഇതുപോലെ പൈസ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ജിതിൻ പറഞ്ഞു എനിക്ക് പൈസ തന്നേ പറ്റും, എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പറഞ്ഞപ്പോൾ ചീത്ത വിളിയായി. വിളിച്ചപ്പോൾ ജിതിനും തിരിച്ചെന്തൊക്കെ പറഞ്ഞാണ്. മനുഷ്യരല്ലേ, നമ്മളൊരാൾ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞ് നിൽക്കുമല്ലോ. പുള്ളി സംസാരമായി ഇങ്ങോട്ടും സംസാരമായപ്പോൾ ജിതിനെ കസ്റ്റമർ കൈവച്ച് അടിച്ച് പുള്ളി താമസിക്കുന്ന ഏതോ ലോഡ്ജ് ഹോം സ്റ്റേ സംതിങ് എന്തോ ആണ്. അപ്പോൾ അവിടെ പുള്ളിക്കാരൻ ജിതിനെ പിടിച്ച് റൂമിലോട്ട് അകത്തോട്ട് കയറ്റി കട്ടിലാണ് പുള്ളി വീണത്. നേരെ പോയി വീണിട്ട് ഉന്തും തള്ളുമായി. പിന്നെ നല്ല ഇടി കൊടുത്തു ജിതിന്, തലയിൽ ഈ ഭാഗത്ത് ഇടി കൊടുത്തിട്ട് അയൺ ബോക്സ് പോലത്തെ ഇരുമ്പ് സാധനം എടുത്താണ് മണ്ടയിൽ അടിച്ചത്, ഈ സൈഡിലായിട്ട്. ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അടിച്ച് പൊടിച്ച് നല്ല ബ്ലഡും കുറേ പോയി. പുള്ളി അവിടെ നിന്ന് പിന്നെ ചാടി ഓടി എസ്കേപ്പായി പുറത്തിറങ്ങി വന്ന് ഓട്ടോ പിടിച്ച് നേരെ സ്റ്റേഷനിൽ നിന്ന് പോയെന്നാണ് പറയുന്നത്. സ്റ്റേഷനിൽ പോയി പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് അവിടുത്തെ റിപ്പോർട്ടായിട്ട് കൊണ്ടുവന്നാൽ കേസെടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ പേരുകൂടെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി സ്റ്റിച്ചിട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിയായിട്ടില്ല, നിങ്ങൾ കാര്യം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു, കാരണം ഇത്തിരി മുറിവ് നല്ല ആഴത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയപ്പോൾ 8 സ്റ്റിച്ചിട്ട് പുള്ളിയുടെ തലയിൽ. പിന്നെ ന്യൂസൊക്കെ വന്നായിരുന്നു, അതോ ന്യൂസ് ചാനലൊക്കെ കാര്യങ്ങളൊക്കെ ഇത്തിരി ഫ്ലാഷായി. അങ്ങനെ റിപ്പോർട്ടൊക്കെ എഴുതി കേസായി. പുള്ളി അറസ്റ്റ് ചെയ്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. പുള്ളിയുടെ പേര് കേസെടുത്തിട്ടുണ്ട്. പിന്നെ ആ പുള്ളിക്കും കേസുണ്ട്. ആ പുള്ളി അതായത് കസ്റ്റമർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ബോയ് എൻ്റെ വീട് വരെ അറ്റാക്ക് ചെയ്യാൻ വന്നു, എന്നെ അടിക്കാൻ വന്നു, ഫുഡിൻ്റെ പൈസ ചോദിച്ചുകൊണ്ട് അടിക്കാൻ വന്നു പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാൻ കേസ് കൊടുത്തിരിക്കുന്നത് ജിതിൻ്റെ പേരിൽ. എങ്ങനെ ഇരിക്കുന്നു? മണ്ടയടിച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ കേസ് കൊടുക്കുന്നതിന് പകരം ഈ പുള്ളിക്കാൻ കേസ് കൊടുത്തിരിക്കുന്നത് സാഹിം ബെസ്റ്റ്. ഇപ്പോൾ എന്തായാലും ഈ 2 പേര് കേസ് കൊടുത്തിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് പണമുള്ളവൻ പിടിച്ച് നിൽക്കും. അവന് കോടതി വക്കീലൊക്കെ പുതുമയായിരിക്കില്ല, കുറേ പോയി കാണും ഇതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അവൻ ഈസി ആയിട്ട് ഊരി വരും. കാരണം തെളിവൊന്നും ഇല്ലല്ലോ, ക്യാമറ റെക്കോർഡായില്ല ഇതിലൊന്നും, ഇന്ന് ആര് പിടിച്ചള്ളി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം ക്ലിയർ ആണ്, ഒരു ഡെലിവറി ബോയും ഒരു കസ്റ്റമർ അങ്ങോട്ട് അടിക്കാൻ പോകില്ല, സംസാരിക്കാൻ അധികം പോകില്ല. മാക്സിമം അവർ ഓർഡർ കൊടുക്കുക പോവുക, അങ്ങനെ നിൽക്കുള്ളൂ. പൈസ കിട്ടില്ലെങ്കിൽ പൈസ ചോദിച്ചില്ലേ പറ്റൂ. ഈ പൈസ നമ്മളല്ലേ വീട്ടിൽ കൊണ്ടുപോകണത്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പൈസയാണ്, അവിടെ കൊടുക്കുന്ന പൈസയാണ്. ഈ പൈസ നേരെ സൊമാറ്റോയിൽ അടച്ച് സൊമാറ്റോ റെസ്റ്റോറൻറ്റ് കൊടുക്കും, എന്നിട്ട് സൊമാറ്റോ കമ്മീഷൻ എടുക്കുക, അത്രേ ഉള്ളൂ. സൊമാറ്റോ എന്ന് പറയുന്നത് മീഡിയേറ്ററാണ്. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റാണ്. മനസ്സിലായത്? നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് സൊമാറ്റോ ആപ്പ് വഴി നേരെ നോട്ടിഫിക്കേഷൻ പോകും റെസ്റ്റോറൻറ്റിൽ നമുക്ക് നേരെ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാണ് ഇത്രയും വർക്കിംഗ് ആവുന്നത്. ഇത് കുറേ പേർക്ക് അറിഞ്ഞുകൂടാ.
കുറേ പേരെ വിചാരം സൊമാറ്റോ ഒരു എന്താ പറയുക ഒരു റെസ്റ്റോറൻ്റാണ്, സൊമാറ്റോ റെസ്റ്റോറൻ്റാണ്, അവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ളത്. നമ്മളൊക്കെ ഓണറാണ്, മനസ്സിലായോ? കഷ്ടം തന്നെ സത്യം പറഞ്ഞു. കുറച്ച് സെൻസ് വേണ്ടേ ഇവന്മാർക്കൊക്കെ? ഒരു ഫുഡിന് വേണ്ടി ഒരാൾ അടിക്കും, ഇങ്ങനെയൊക്കെ മണ്ടടിച്ച് പൊട്ടിക്കുമോ? ഇത്രയ്ക്ക് ഒരു എന്താ പറയുക ക്രൂരനായി പോയല്ലോ അവനൊക്കെ. എന്നെ അവിടെ അടിക്കാൻ വന്നല്ലോ, ഞാൻ ആ സമയത്ത് ബ്ലോഗ് ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്നെ അടിച്ചാണ്. പിന്നെ ഒരു കാര്യം, ഈ ജിതിനെ പോലെ എല്ലാവരും ഇരിക്കൂല, ചിലപ്പം ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കുക, അത് വേറെ വിഷയം. നമ്മൾ രാത്രി ഒരാൾ നോവിപ്പിക്കുമ്പോഴേ നമ്മൾ കൈ ചുമ്മാ ഇരിക്കുമോ? ഒരു 10 അടി ഇങ്ങോട്ട് അടിയാൽ ഒരെണ്ണം വൃത്തിയായി കൊടുക്കും, മോന്തം നോക്കി ഒറ്റയടി ഒരെണ്ണം. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ വർക്കിങ്ങിന് പോകുമ്പോൾ വണ്ടി പഠിച്ചാൽ പോരാ, ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചാൽ പോരാ, കൂടെ കറാത്തയും കുൻഫോ പഠിച്ചാലേ ശരിയാവുള്ളൂ. പിടിച്ച് നിൽക്കണ്ടേ അവന്മാർ കൂടെയൊക്കെ. ഇങ്ങനെയുള്ളമാരിൽ ഓർഡർ ചെയ്യണത് പറയണത്. എല്ലാ കസ്റ്റമറും ഇല്ല, ഒരു 100-ൽ 10% ഇതുപോലെ കസ്റ്റമർ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വല്ലപ്പോഴും ഓർഡർ അടിക്കുള്ളൂ. ഇതുപോലെ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ യാണിയാണ്, നമുക്ക് തലവേനയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിനിടയ്ക്ക് ഇതിന്റെ ബാക്കി അലയാൻ വയ്യ. ഇപ്പോൾ ആ പുള്ളിക്കാരൻ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഇനി റെസ്റ്റ് എടുക്കണം ഒരു മാസമെങ്കിലും വീട്ടിലല്ലേ. ഇത് ഇനി ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റില്ല പുള്ളിക്കാരൻ ജോലിക്ക് പോകാൻ നേരത്ത്. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു മാസത്തേക്ക്. ഈ മുറിവ് ഉണങ്ങണം, പിന്നെ ഈ ക്യാസ് നടക്കണം, അതിന്റെ ബാക്കി പോകണം. എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് അറിയാമോ? ആ പുള്ളിക്കാരൻ ഇനി ആര് ശമ്പളം കൊടുക്കും, ആര് കുടുംബക്കാരെ നോക്കും? ഇത് ആർക്കെങ്കിലും വല്ല അറിയാമോ? അവന് കുഴപ്പമില്ല, അവൻ പൈസ ഉള്ളവനായിരിക്കും, മനസ്സിലായി. അവൻ ഇപ്പോൾ ഒരു 10 ദിവസം കിടക്കുമായി ജയിലിൽ പോയിട്ട്, ചിലപ്പോൾ റിമാൻഡിൽ ആ പുല്ലുപോലെ ഇറങ്ങി പോകും. അപ്പോൾ നമ്മളെ കൂടുതൽ കുറച്ച് പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ വിടും? ഇല്ല, അവർ വർക്ക് ചെയ്യാൻ ഇറങ്ങും ധൈര്യമായിട്ട്. രാത്രിയൊക്കെ വർക്ക് ചെയ്യാൻ പോണതേ വലിയ കാര്യം. പെണ്ണുങ്ങൾ രാത്രി 12-1 മണിക്ക് വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. ഇത്രയും ധൈര്യമായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്നത് നല്ല കാര്യം. സത്യം പറഞ്ഞാൽ അതൊക്കെ വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ അവർ എങ്ങനെ വർക്ക് ചെയ്യാൻ ഇറങ്ങും ധൈര്യമായിട്ട്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ നടന്ന ഒരു പെണ്ണിനാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് ഇങ്ങനെ ആയിരിക്കില്ല പോണത്, ഇതിനും ഭയങ്കരമായിരിക്കും. ഇവിടെ സ്ത്രീയും പുരുഷനൊക്കെ സെയിം ആണ്, ആർക്കും വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആർക്ക് എന്ത് നടന്നാലും ശരി ആക്ഷൻ എടുക്കുമ്പോൾ ഒരുപോലെ എടുക്കണം. അതുകൊണ്ട് ഇത് ചുമ്മാ വിടാൻ പാടില്ല. ഇവന്റെ പേരിൽ എടുക്കേണ്ട ആക്ഷൻ എടുത്തേ പറ്റൂ. കുറച്ച് അനുഭവിക്കട്ടെ, ജയിലിൽ പോയിട്ട്. അങ്ങനെ വിടാൻ പറ്റില്ല. തലമണ അടിച്ച് പൊട്ടിക്കുകയാണ്. പുള്ളിയുടെ ജീവൻ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വധശ്രമമാണ്, അങ്ങനെ വിടാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ രാത്രി ഉറക്കം വന്നില്ല ഗ്യാസ് അറിഞ്ഞപ്പോഴേ. കാരണം എനിക്ക് കണക്റ്റ് ആവും ഈ സംഭവം, എനിക്ക് നടക്കേണ്ട സംഭവമായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ പറയും നിങ്ങളെന്ത് ഈ ജോലിക്ക് പോകണം, വേറെ ജോലിക്ക് പോയിക്കൂടെ? അങ്ങനെ ഒരിക്കലും പറയില്ല. എല്ലാ ജോലിയും ഇവിടെ ആവശ്യമുള്ളതാണ്. ഫുഡ് ഡെലിവറി പറയുന്നത് ഭയങ്കര എസെൻഷ്യൽ ജോലിയാണ്. കോവിഡ് സമയത്ത് നമ്മളിപ്പോൾ ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടാണ് കുറേ ആൾക്കാർ വീട്ടിൽ പട്ടിണിയില്ലാതെ ഫുഡ് കഴിച്ചത്. ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലൊരു അച്ഛനും അമ്മയോ കാണും, വയസ്സായ ആൾക്കാർ, വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല അവർക്ക്. നിങ്ങൾ നിൽക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ട് കൊടുക്കണമെങ്കിൽ ആരുണ്ട്? നമ്മളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ആവശ്യമുള്ള ജോലിയല്ലേ. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയല്ലേ. ഈ ജോലിക്ക് അകത്ത് എന്തൊക്കെ സേഫ്റ്റി കൊണ്ടുവരാൻ പറ്റും? നമുക്ക് സുരക്ഷ വേണം, മനസ്സിലായോ? നമുക്ക് മാത്രമല്ല, ഇവിടെ സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കേണ്ടത് സർക്കാരാണ്. അല്ലെന്നുണ്ടെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിയോ സൈഡിൽ നിന്ന് ഒരു ലൈവ് കോൾ വേണം. ഹ്യൂമൻ കോൾ ആകണം, AI കോളല്ല. വിളിച്ചാൽ സ്പോട്ട് ചെയ്തണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ടിങ് വേണം. കസ്റ്റമർ വിളിച്ചിട്ട് കറക്റ്റ് എൻക്വയറി ആയിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് ഡെലിവറി ബോയ്സിന് ഒരു വിഷയമില്ലാതെ കൊണ്ടുപോകണം. ചില സമയത്ത് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യും. കസ്റ്റമർ കെയർ അവർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഫുഡ് കൊടുത്തത് ശരിയായില്ല, ലേറ്റായി കാണും, നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ടത് കസ്റ്റമർ, റെസ്റ്റോറൻറ്റ്, ഡെലിവറി ബോയ്മാർക്ക് ആവശ്യമില്ല. സൊമാറ്റോ സ്വിഗ്ഗി നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ്, ദയവ് ചെയ്ത് നമ്മളെയും കൂടെ കൺസേൺ ചെയ്യും. നമ്മളും മനുഷ്യരാണ്, മനസ്സിലായത്. നമ്മളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരെ വരുമാനമുള്ളൂ. ഈ കസ്റ്റമറും ഡെലിവറി ബോയ് തമ്മിൽ അടി വെപ്പിക്കല് ദയവ് ചെയ്ത് പ്ലീസ്. അപ്പോൾ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് സൊമാറ്റോ സ്വിഗ്ഗി പോലത്തെ കമ്പനികളൊക്കെ നമ്മൾ നല്ല സപ്പോർട്ടിങ് ടീം തരണം. ഓരോ ഏരിയ അനുസരിച്ച് ഒരാളെ വയ്ക്കണം, വച്ചേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കൈ നിൽക്കില്ല കാര്യങ്ങളൊക്കെ. കാരണം ഓർഡർ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ, എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതിന് ഇന്ന് നടക്കും, നാളെ നടന്നുകൊണ്ടിരിക്കും, മനസ്സിലായല്ലോ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് നമുക്ക് കൂടുതൽ എപ്പോഴും വേണം. അതുപോലെ ഗവൺമെൻറ് സൈഡിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് റെസ്പോൺസ് വേണം, നല്ല ആക്ഷൻ എടുക്കണം. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൾക്കാരൊന്നും അധികം പൈസയൊന്നുമില്ല കോടതിയിൽ പോയി ഫീസ് അടയ്ക്കാൻ വക്കീലിനെ കാണാനൊന്നും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് ഒരു എന്തെങ്കിലും തന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ജിതിന് മാക്സിമം പെട്ടെന്ന് റിക്കവറായി തിരിച്ച് വരട്ട്. പുള്ളിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല വേദനയുണ്ട്. എന്തായാലും ആ പുള്ളിയുടെ വേദന അയാൾക്കേ അറിയുള്ളൂ. അടിച്ചവന് വലിയ ഗമയായിരിക്കും. അടിച്ച് പഠിച്ചല്ലോ, കേസായല്ലോ, ജാമ്യത്തിൽ വെളി ഇറങ്ങിയല്ലോ. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. കൊറോണമാർ ഇതുപോലെ അടി ഉണ്ടാക്കിയിട്ട് ഈസിയായിട്ട് ജാമ്യത്തിൽ വെളി ഇറങ്ങും ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ. ഒരാഴ്ച വേണ്ട, പിറ്റേ ദിവസം മതി. അതൊക്കെ അവന്മാർ ഗമയാണ്. കേസ്, കോടതി, ജാമ്യം എന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ കാണും വിഷമാവും. ഇത്രയും നമ്മളത് കാണിച്ചിട്ട് അവന് ഒരു അറസ്റ്റ് ഇല്ല, അവന് ജയിലിൽ ഒരു ശിക്ഷ ഇല്ലെന്ന് പറയുമ്പോഴേ എന്തേ അങ്ങനെയുള്ള നിയമങ്ങൾ ഇരിക്കണത്. ഇവനൊക്കെ എന്ത് ചെയ്യുന്ന പറയുമോ അത് പറഞ്ഞാൽ ശരിയാവില്ല, വയലൻസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ സാഹിബിൻ്റെ അടുത്ത് പറയാൻ ഒന്നേ ഉള്ളൂ, എല്ലായിടത്തും ഈ പരിപ്പ് വേവാനൊന്നുമില്ല. ചിലപ്പം ജിതിനെ പോലെ വേറെ ഇരിക്കില്ല, വെറുതെ ഇടി തരും. കൊള്ളു എവിടെയെങ്കിലും ആശ. ദൈവം ഉണ്ടല്ലോ, കണ്ടോണ്ടിരിക്കുകയല്ലേ, കൊള്ളാൻ തന്നെ പോണത്. ശരി, ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. സേഫായിട്ട് വർക്ക് ചെയ്യുക നമ്മൾ ആൾക്കാരൊക്കെ. ഇങ്ങനെ കുറേ ടീമുകൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ സേഫ്റ്റി നോക്കുക, അത്ര തന്നെ. എന്ത് ചെയ്യാൻ പറ്റും? COD ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ പൈസ വാങ്ങാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ് നടക്കുകയാണ് ഇതുപോലെ സിറ്റുവേഷനിലൊക്കെ. മാക്സിമം ഒരു കാര്യം ചെയ്യുക, ഈ ഒരു കാര്യം ഒന്നും ചെയ്യും എല്ലാവരും. എന്തെങ്കിലും വിഷയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്യുക വീഡിയോ. വേറെ ഒരു വഴിയില്ല. കാരണം നമ്മളതിൽ പ്രൂഫ് വേണം, മനസ്സിലായല്ലോ. പറ്റുമെങ്കിൽ ലൈവ് ഇട്ടുക, ഫേസ്ബുക്കിലോ
എവിടെയെങ്കിലൊക്കെ യൂട്യൂബിൽ എവിടെയെങ്കിലും ലൈവ് ഇടുക. കാരണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, നമ്മൾ അടുത്ത് അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം ആ സമയത്ത്. പിന്നെ ലാസ്റ്റ് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ടീമുകളുണ്ടല്ലോ, കഞ്ചാവും വെള്ളം അടിക്കുന്ന ടീമുകളുണ്ടല്ലോ, ദയവേത് ഇവന്മാരൊന്നും ഫുഡ് ഓൺലൈൻ ഓർഡർ കഴിക്കരുത്. നിങ്ങൾക്കൊന്നും അത് കഴിക്കാനുള്ള അർഹത ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളൊക്കെ വേണമെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് നേരിട്ട് കഴിപ്പോയി. അല്ലെങ്കിൽ ഈ പ്രശ്നം ഇവൻ അടിച്ച ഈ ദേഷ്യവും ഈ ഒരു പവറും അവിടെ പോയി കാണിക്കണം, റെസ്റ്റോറൻറ്റിൽ പോയി കാണിക്കും. കാണിക്കാത്തത് അവിടെ പോയാൽ ഇതിനെ പഞ്ഞിക്കിടും. അവിടെ ടീമുകളുണ്ട്, തൂക്കിയെടുത്ത് നേരെ കൊണ്ടുപോകും സ്റ്റേഷനിൽ. അല്ലാന്നുണ്ടെങ്കിൽ അവന്മാരെ ഇടിച്ചിടിയാക്കും. മനസ്സിലായോ? അപ്പോൾ ഇപ്പം ഡെലിവറി പോയി ചോദിക്കാൻ പറയാൻ ആരില്ല, ഹോൾഡ് ഇല്ല, ഇവനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല എന്നുള്ള വിചാരമില്ല നിനക്കൊക്കെ. ഇവിടെ എന്നെ പോലത്തെ കുറച്ച് ആൾക്കാർ ഈ സമൂഹത്തുണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീഡിയോ വഴി അറിയിക്കും. 10 പേര് കാണട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ കേസ് നോക്കി ശ്രദ്ധിക്കും. ജിതിൻ എന്ന പാർട്ടി ആൾ പാവമാണെന്ന് എല്ലാവരും പറയണത്. പുള്ളി ഇങ്ങനെ അടിക്ക് പിടിക്കും പോകാറില്ല. അപ്പോൾ ഇതിൽ കുറ്റക്കാരത്ത് പറഞ്ഞത് സാഹിബ് കസ്റ്റമറിനെ. പുള്ളിയുടെ പേരിൽ നല്ല ആക്ഷൻ എടുത്ത് പുള്ളിക്ക് നല്ല ശിക്ഷ കൊടുത്തേ പറ്റൂ. ഓക്കെ, ബൈ.